ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് എളുപ്പത്തിലുള്ള ഒരു മട്ടൺ കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ബാച്ചിലർ സ്പെഷ്യൽ മട്ടൺ കറി. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് കുക്കറിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 ചെറിയ പൊട്ടറ്റോ കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 സവാള കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, അതേപോലെ തന്നെ ഒരു 3-4 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇത് ബാച്ചിലർ സ്പെഷ്യൽ കറി ആയതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെറിയുള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ബാച്ചിലർ സ്പെഷ്യൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.